മധുരയുടെ ഭരണാധികാരിയായ കംസൻ അത്യാഗ്രഹിയും ക്രൂരനുമായിരുന്നു. അയാൾ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. മധുരയിലെ ജനങ്ങൾ അയാളെ ഭയപ്പെട്ടിരുന്നു. കംസൻ തന്റെ സഹോദരിയായ ദേവകിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ദേവകി വിവാഹിതയാകാൻ പോകുന്ന സമയത്ത് വധുവിന്റെ രഥത്തിന്റെ സാരഥിയാകാനും ദേവകിയെയും ഭർത്താവായ വാസുദേവനെയും തന്റെ രാജ്യത്തിലൂടെ നയിക്കാനും കംസൻ തീരുമാനിച്ചു. രഥം ഓടിക്കുമ്പോൾ കംസൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. മൂഢ, ഭൂമിയിലെ നിന്റെ ദിവസങ്ങൾ അവിടെ അവസാനിക്കാൻ പോകുന്നു. കംസൻ ഞെട്ടിപ്പോയി. ആ ശബ്ദം വീണ്ടും അലറി. ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. കംസൻ തന്റെ സഹോദരിയെ കൊല്ലാൻ ആഗ്രഹിച്ചു. പക്ഷേ വാസുദേവൻ കംസനോട് അവരെ ഒഴിവാക്കാനും തന്റെ എല്ലാ കുട്ടികളെയും കംസന് സമർപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യാനും അപേക്ഷിച്ചു. കംസൻ സമ്മതിച്ചു. പക്ഷേ ഉടൻ തന്നെ അവരെ ജയിലിലും അടച്ചു. ആദ്യത്തെ 6 കുട്ടികളെ ജനിച്ചയുടനെ അദ്ദേഹം കൊന്നു. പക്ഷേ കൃഷ്ണനും ബലരാമനും വാസുദേവന്റെ പെട്ടെന്നുള്ള ചിന്തയാൽ രക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം പ്രവചനം സത്യമായി തെളിഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ കംസനെ കൊന്നു.